ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതായത് ഒരുപാട് പേർക്ക് സോപ്പ് ബേസ് എവിടെ നിന്നാണ് നമ്മൾ ഇറക്കുന്നത്, അതുപോലെ തന്നെ ഞാൻ ഇറക്കുന്ന സോപ്പ് ബേസിന് നല്ല ക്വാളിറ്റി ഉള്ള സോപ്പ് ബേസ് ആണോ, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ, ഒരുപാട് സംശയങ്ങളുണ്ട് ഓരോരുത്തർക്ക്. അപ്പോൾ അതെല്ലാം ഓരോരുത്തർ കമൻറ്റ് ബോക്സിലും അറിയിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് വിടുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ മറുപടി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊക്കെ കൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ ബിസിനസ്സിലോട്ട് വരാനുണ്ടായിട്ടുള്ള കാരണം, അതുപോലെ തന്നെ ഇതിലെല്ലാം നമ്മൾ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ വന്നത് മുതൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് നല്ലൊരു ബിസിനസ് ആശയമാണ് ഈ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ബിസിനസ്. കാരണം നമുക്ക് വലിയ പണിയൊന്നുമില്ല നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കാൻ. നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല സോപ്പ് ബേസ് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വന്നത് മുതൽ എനിക്ക് നല്ലൊരു അനുഭവമാണ് ഇതിലുണ്ടായിട്ടുള്ളൂ. കാരണം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം മതി നമുക്ക് സോപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു ബിസിനസ് ആരംഭിക്കാൻ. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് 10 പൈസ ഏൺ ചെയ്യണം എന്നാണ് നമുക്കുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ചാനലിൻ്റെത് നിങ്ങൾക്കറിയാമല്ലോ, അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ രണ്ടാമതാണ് എനിക്ക് ഇതേപോലെ സോപ്പിൻ്റെ ഒരു ഐഡിയ തോന്നിയത്. അപ്പോൾ ഞാനും ഉമ്മയും കൂടെയാണ് ഈ ഒരു സോപ്പിൻ്റെ ഒരു ഐഡിയ വന്നിട്ട് ഇതേപോലെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഫുള്ളായിട്ട് വരുന്നത് സോപ്പിൻ്റെ ഓരോ സംഭവങ്ങളാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനൊന്നും ആദ്യം തന്നെ അറിഞ്ഞുകൂടായിരുന്നു. കാരണം ഈ ഒരു യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്കെല്ലാം അറിയണമെന്നുണ്ടാവില്ല. അങ്ങനെ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ പഠിച്ചെടുത്തതാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പം മാഷാ അല്ലാഹ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സെയിൽ നടക്കുന്നുണ്ട്. സോപ്പായിട്ടും പോകുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സോപ്പ് ബേസായിട്ടും അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ അങ്ങനെയുള്ളത് മെറ്റീരിയൽസ് ആയിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ കൂടുതലായിട്ട് പോകുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് സോപ്പ് ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈർപ്പം വരാനുള്ള സാധ്യത ഉണ്ട്. ഉണ്ടാക്കിയ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കവർ ചെയ്തിട്ട് പൊതിഞ്ഞ് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ കുറച്ച് കഴിയട്ടെ എന്നിട്ട് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആകെ സോപ്പിൻ്റെ മുകളിൽ ഈർപ്പം ഉണ്ടാവും. അതെനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു 10-40 സോപ്പ് അങ്ങനെ ഉണ്ടാക്കി വെച്ച് എനിക്ക് എന്നിട്ട് അതിന് ഒരു പിടുത്തം കിട്ടണില്ല. ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ആകെ ഈർപ്പം വന്നേക്കുക അതിൻ്റെ മേലൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തപ്പോൾ ഇതുണ്ടായി, എന്തെങ്കിലും കൂട്ടിലും വല്ല തെറ്റും വന്നോ എന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ചിരുന്നു. അപ്പോഴാണ് പിന്നെ ഞാൻ ഇതേപോലെ യൂട്യൂബിൽ ഒരു വീഡിയോസ് കണ്ടത്, മഴക്കാലം ആയതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് പാക്ക് ചെയ്ത് വെക്കണമെന്ന്. അപ്പോൾ അത് നിങ്ങളോട് കൂടെ പറയുകയാണ്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഒരുപാട് ഓർഡറൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെക്കുമല്ലോ, അപ്പോൾ അത് ഉണ്ടാക്കി വെച്ച് അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് പാക്ക് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധനം തന്നെയാണ് നാശമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ബിസിനസ് നല്ലൊരു ബിസിനസ്സാണ്. കാരണം നമുക്ക് വലിയ ചിലവൊന്നും ഇതിന് വരുന്നില്ല. ചുരുങ്ങിയൊരു ചിലവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വെറുതെ ഇരിക്കുന്ന സമയം മതി നമുക്ക്. അപ്പോൾ ആ ഒരു സമയം തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ബിസിനസ്സിലോട്ട് വരാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിലോട്ട് വന്ന് നോക്കുക. ജസ്റ്റ് ഒരു സോപ്പ് ബേസ് വാങ്ങി അതിൻ്റെ ഉള്ളിൽ ചേർക്കേണ്ട ഐറ്റംസും വാങ്ങിയിട്ട് തുടങ്ങിയാൽ മതി. നമ്മൾ സക്സസ് ആവില്ലേ നോക്കുക. അപ്പോൾ അത് ഉണ്ടാക്കേണ്ട വീഡിയോസും അതിൽ ചേർക്കേണ്ട ഐറ്റംസും ഏതൊക്കെയാണ് എന്നുള്ള അളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഗ്ലിസറിൻ സോപ്പ് ബേസ് മാത്രമാണ് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഓർഡർ എടുക്കുന്നതോട് കൂടെ തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചതാണ് ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസും കൂടെ ഇറക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസും അതുപോലെ തന്നെ ഗ്ലിസറിൻ സോപ്പ് ബേസും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോസിൽ പറയണില്ല എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഓരോരുത്തർക്കും അത് ഉപകാരമാവുക എന്നുണ്ടെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ സോപ്പ് ബേസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ വെളിപ്പെടുത്തുന്നത്. അതായത് ഗ്ലിസറിൻ സോപ്പ് ബേസിൻ്റെ റേറ്റ് വരുന്നത് 1 kgക്ക് 240 രൂപയാണ് വരുന്നത്. ഗോട്ട് മിൽക്കാണ് അതുപോലെ ഗോട്ട് മിൽക്കാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് വരുന്നത് 280 രൂപയാണ് റേറ്റ് വരുന്നത്.
അതുപോലെ തന്നെ 25 ml ഫ്രാഗ്രൻസ് ഓയിൽ. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഡവ് ഉണ്ട്, പിയേഴ്സ് ഉണ്ട്, ചന്ദ്രിക, ജാസ്മിൻ, പിന്നെ ബ്രൂട്ട്, അങ്ങനെ അലോവേരയുടെ ജെല്ല്, അലോവേര, അങ്ങനെ ഒരുപാട് ഫ്രാഗ്രൻസ് ഓയിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ ഗ്ലിസറിൻ സോപ്പ് ബേസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗോട്ട് മിൽക്ക് സോപ്പും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് പേര് ചോദിച്ചല്ലോ, ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടുന്നാണ് സോപ്പ് ബേസ് വാങ്ങിക്കണമെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഡൽഹിയിൽ നിന്നാണ് നമ്മൾ സോപ്പ് ബേസ് വാങ്ങിക്കുന്നത്. ആദ്യം നമ്മൾ ഇവിടുന്ന് അടുത്തുള്ളിടത്തു നിന്നൊക്കെയാണ് ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്നാണ് സോപ്പ് ബേസ് ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോണ്ടാക്ട് നമ്പറൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോണ്ടാക്ട് നമ്പർ ഒന്നും എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇറക്കി തരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഇറക്കി തന്നപ്പോൾ അവർ പീസായിട്ടാണ് ഇറക്കി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കസ്റ്റമേഴ്സിനൊന്നും ഒരു ഇതായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് പീസായിട്ട് വേണ്ട, ഇങ്ങനെ ഒരേ ബാർ സൈസിൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവരങ്ങനെ ബാർ സൈസിലാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ ആ ഡൗട്ടും ക്ലിയർ ആയില്ല. അപ്പോൾ പിന്നെ സോപ്പിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. പിന്നെ ഞാനിതിൻ്റെ ഒരു മേക്കിംഗ് ക്ലാസ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറഞ്ഞ ഫീസിൽ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നതാണ്. പിന്നെ ഒരുപാട് പേര് എൻ്റെ സ്ഥലം എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ പെരുമ്പിലാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ കുറേ പേരുടെ ഡൗട്ടാണ് ഫോൺ നമ്പർ എവിടെയെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് കാണാം. അപ്പോൾ ഫോൺ നമ്പർ ഒരു വീഡിയോസിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോസ് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഫോൺ നമ്പർ കിട്ടും. ചില വീഡിയോസിൽ ഫോൺ നമ്പർ കൊടുക്കാൻ മറക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞ വീഡിയോസിൽ ഇല്ല എന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരുപാട് പേര് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം അതിനുള്ള റിപ്ലൈ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. പിന്നെ എനിക്ക് വീണ്ടും പറയാനുള്ളതാണ്, വളരെ കുറഞ്ഞ ചിലവിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ സോപ്പിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മൾ 1 kg ഒക്കെ എടുക്കുകയാണെങ്കിലാണ് ആ റേറ്റ്. ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എടുത്തവർക്കൊക്കെ അറിയാം. അപ്പോൾ ആർക്കെങ്കിലും അതേപോലെ ക്വാണ്ടിറ്റി ബൾക്കായിട്ട് ഓർഡറൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരുവിധം ഡൗട്ടൊക്കെ ഇപ്പോൾ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ഓർമ്മയിലൊന്നുമില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ലൈസൻസ് എടുത്തിട്ടില്ല. ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒന്നും ശരിയായിട്ടില്ല. ലൈസൻസ് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഒരു നെയിമൊക്കെ നമ്മൾ കണ്ടുപിടിക്കണമല്ലോ, സോപ്പിനൊരു പേരൊക്കെ, അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളിലോട്ട് പോവുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഞാൻ കുടുംബശ്രീയുടെ കീഴിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ചെറിയ ഷോപ്പിലൊക്കെ കൊണ്ടുവച്ച് കൊടുക്കുന്നത്. അപ്പോൾ ലൈസൻസിന് കൊടുത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പേരൊക്കെ സെലക്ട് ചെയ്തിട്ട് വേണം നമുക്കിത് ഒന്നും കൂടെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പേരൊക്കെ അറിയുന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ കൂടുതൽ നല്ല നെയിം ഏതാ നോക്കിയിട്ട് നമ്മളത് സെലക്ട് ചെയ്ത് തന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഒരുവിധം ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.